എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നിരിക്കുന്നത് GCD കോയിനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്ലാനുകളെ കുറിച്ച് സംസാരിക്കാനാണ്. ഇത് സംബന്ധിച്ച് സംസാരിക്കുന്നത് GCDയുടെ ഫൗണ്ടറായ ജയകുമാർ സാറാണ്. GCDയെ കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുള്ളവർ താഴെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കുന്നുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. GCDയുടെ 6ാമത്തെ പ്രൊജക്റ്റാണ് അഗ്രികൾച്ചർ ആൻഡ് ഫാമിംഗ്. നമുക്കറിയാം, നമ്മൾ എത്ര ഡിജിറ്റൽ യുഗത്തിൽ ജീവിച്ചാലും നമുക്ക് കൃഷി ചെയ്ത് ആഹാരം ഉൽപ്പാദിപ്പിച്ച് അത് കഴിച്ചാലേ പറ്റും. അപ്പൊ അത് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മുടെ 6ാമത്തെ പ്രൊജക്റ്റായിട്ടുള്ള അഗ്രികൾച്ചർ ആൻഡ് ഫാമിംഗ്. നമുക്കറിയാം, നിരവധി കിലോമീറ്ററുകളോളം സ്ഥലങ്ങൾ വെറുതെ കിടപ്പുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ തന്നെ കൃഷിക്ക് ഉപയോഗപ്രദമാക്കിക്കൊണ്ട് നല്ല കൃഷി നടത്തിക്കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ മായം ചേർക്കാത്ത ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഒരു വലിയൊരു ഡ്രീം പ്രൊജക്റ്റാണ്. കാരണം നല്ല ഭക്ഷണം കിട്ടുക എന്നുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം. നമുക്കിപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ എല്ലാം തന്നെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഭക്ഷണമാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഭക്ഷണം തന്നെ പലപ്പോഴും അവര് കൃഷിക്ക് ഉപയോഗിക്കുന്ന കെമിക്കൽസ് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളതാണ്. അപ്പൊ ഇതിൽ നിന്ന് മാറിയിട്ട് നമുക്ക് നല്ലൊരു ഭക്ഷ്യയോഗ്യമായിട്ടുള്ള പച്ചക്കറികൾ എങ്ങനെ അല്ലെങ്കിൽ ഭക്ഷ്യപദാർത്ഥങ്ങൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതാണ് നമ്മുടെ 6ാമത്തെ പ്രൊജക്ട് നമ്മൾ നിരീക്ഷിക്കുകയും അത് ചെയ്യാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. അപ്പം നമുക്ക് ആവശ്യത്തിന് സ്ഥലം ഇന്ത്യയിലുണ്ട്. പക്ഷെ അത് മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന്റെ പേരിലാണ് ആ സ്ഥലങ്ങളൊക്കെ കുറെയൊക്കെ ഇല്ലായ്മ വന്നത്. നമുക്കറിയാം, റബ്ബറിന് വില കൂടിയ സമയത്ത് ആൾക്കാരെല്ലാം കൂടി ഏക്കർ കണക്കിന് റബ്ബർ വെച്ചു പിടിപ്പിച്ചു. അവസാനം റബ്ബറിന്റെ വില ഇല്ലാണ്ടായി കഴിഞ്ഞപ്പം അതവിടെ ഒന്നും പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി. പക്ഷെ നമുക്ക് ഉപയോഗപ്രദമല്ലാത്ത കൃഷിയിടങ്ങളെല്ലാം തന്നെ ഒഴിവാക്കി പുതിയ പുതിയ കൃഷി നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൃഷി നടത്തുകയും അതിനകത്ത് വാണിജ്യപരമായിട്ടും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന രീതിയിലേക്കും കൃഷിക്കാർ മാറിയെന്നാണ്. അതല്ലാതെ കൊണ്ട് നമ്മൾ ആ ഒരു കൃഷിയെ ചെയ്യുമോ എന്ന് വിചാരിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടങ്ങൾ ഒത്തിരി ഉണ്ടാവും. അതുപോലെ തന്നെ ഇതെല്ലാം സർക്കാരിന്റെ അനുമതിയോടും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യത്തോടും കൂടിയും നമുക്ക് നിരവധി പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ ഒത്തിരി സാധ്യതകളുണ്ട്. നമ്മളിപ്പോ വനം വകുപ്പിന്റെ കീഴിൽ കിലോമീറ്ററുകളോളം സ്ഥലങ്ങളുണ്ട്. പക്ഷെ അതൊരു വനം വകുപ്പ് അല്ലെ ഒരു വന സംരക്ഷണം എന്ന രീതിയിൽ അത് സംരക്ഷിച്ചു കൂടിയാണ്. എന്നാൽ ആ വനത്തിൽ തന്നെ നമുക്ക് അത്തരത്തില് ആ വനം നശിക്കാണ്ട് തന്നെ നമുക്കവിടെ പല ഫ്രൂട്ട്സ്, അതായത് നമ്മുടെ എന്താ പറയാ, അവിടെ നടാൻ പറ്റുന്ന രീതിയിലുള്ള വൃക്ഷത്തൈകൾ, ഫലഭൂയിഷ്ടമായിട്ടുള്ള വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് അവിടുന്ന് നമുക്കൊരു വരുമാനം നമുക്ക് ലഭ്യമാകും. വനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും വലിയ വലിയ ഏരിയ ഒന്നും ചെയ്യാണ്ട് ഇടുന്നതും ശരിയല്ല. അതുകൊണ്ട് നമുക്ക് കൂടുതൽ അല്ലെങ്കിൽ വന്യജീവികൾക്കോ അല്ലെ മറ്റു ജീവികൾക്കോ ഒരു ആപത്തും കൂടാതെ ആ ഏരിയകളിലെല്ലാം തന്നെ നമുക്ക് മറ്റ് കൃഷികളും അല്ലെങ്കിൽ മറ്റ് ഉപയോഗപ്രദമായിട്ടുള്ള വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് നമുക്കത് ഒരു സാമ്പത്തിക നേട്ടവും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന പല ഫ്രൂട്ട്സുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം, കിലോമീറ്ററുകളോളം പാടശേഖരങ്ങൾ വെറുതെ കിടക്കും. അത് തൊട്ടടുത്ത സംസ്ഥാനത്താണെങ്കിലും കേരളത്തിലാണെങ്കിലും അങ്ങനത്തെ അവസ്ഥയുണ്ട്. അതെല്ലാം മാറിക്കൊണ്ട് ഓരോ വ്യക്തികളുടെ കയ്യിലും ഏക്കർ കണക്കിന് സ്ഥലം ഇപ്പോഴും വെറുതെ കിടക്കണം. അത്തരം സ്ഥലങ്ങളെല്ലാം തന്നെ പാട്ടത്തിനോ അല്ലെങ്കിൽ ലീസിനോ എടുത്തുകൊണ്ട് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിപ്പം നമ്മുടെ കയ്യിൽ കാശുണ്ട്, നമ്മളൊരു 10 ഏക്കറോ 100 ഏക്കറോ മേടിച്ച് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് വലിയ നഷ്ടം തന്നെയാണ്, നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സ്റ്റേറ്റിന് നഷ്ടമാണ്. അപ്പൊ അത്തരം സ്ഥലങ്ങളെല്ലാം തന്നെ ഈ വസ്തുവിന്റെ ഉടമകള് കൃഷിക്കായിട്ട് വിട്ടുകൊടുക്കണം. അതിനവരൊരു സാമ്പത്തിക ആവശ്യപ്പെട്ട് അത് കൊടുക്കാൻ തയ്യാറാവണം. അങ്ങനെ വെറുതെ കിടക്കുന്ന നിലങ്ങളോ ആയിക്കോട്ടെ, മറ്റ് കൃഷിയിടങ്ങളായിക്കോട്ടെ, അത്തരം ഭൂമികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അവിടെ കൃഷി നടത്തുകയും അതുപോലെ തന്നെ ഫാമിംഗ്, നമുക്കറിയാം, ആട്, പശു, കോഴി അതുപോലുള്ള കൂടുതൽ ഉൽപാദനം ഉണ്ടാവും. കൂടുതൽ ഉൽപാദനം ഉണ്ടായെങ്കിൽ മാത്രമേ വിലക്കുറവ് ഉണ്ടാവുള്ളൂ.
ഉൽപാദനം കുറയുകയും അത് ഉപയോഗം കൂടുകയും ചെയ്യുമ്പോൾ എല്ലാ സാധനങ്ങൾക്കും വില കൂടുകയും ചെയ്യും. അപ്പം കൃഷി ആയാലും ഫാമിംഗ് ആയാലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും ഉൽപാദനം കൂടണം. അതിന് വേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ അടുത്ത ഈ 6ാമത്തെ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മുടെ GCD ടോക്കൺ മാത്രമല്ല, ഓരോ ജനങ്ങളും ഇതുപോലെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അവര് ഇത്തരം സ്ഥലങ്ങളൊക്കെ, വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം ഏറ്റെടുത്ത് കൃഷി ചെയ്ത് നല്ലൊരു കൃഷി ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയും ചെയ്യണം. അപ്പൊ ഇങ്ങനെ എല്ലാ ജനങ്ങളും പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ നല്ല ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ആ ഒരു ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും GCD ടോക്കണിന്റെ ഈ 6ാമത്തെ പ്രൊജക്റ്റിലും ഞങ്ങൾ അത് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. പരമാവധി സ്ഥലങ്ങളെ ലീസിന് തരാൻ തയ്യാറുള്ള ആൾക്കാരുടെ അടുക്കെന്നെല്ലാം അത്തരം ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം സ്ഥലങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവിടെ കൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. യാതൊരുവിധ മായവും ചേർക്കാത്ത നല്ല കൃഷി, നല്ല ഉൽപ്പന്നങ്ങൾ, നല്ല പച്ചക്കറികൾ ഇതെല്ലാം സമൂഹത്തിന് കൊടുക്കുന്ന രീതിയിലേക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് ഞങ്ങളുടെ 6ാമത്തെ പ്രൊജക്ട്.